വിമർശകർ ഒരു തോൽവിക്കായി കാത്തിരിക്കുകയായിരുന്നു. കാനഡകളുടെ ചിറകുടിയുന്നതും കാത്ത് പരുന്തുകളെപ്പോലെ അവർ വട്ടമിട്ട് പറന്നു. ആദ്യ പകുതിയിൽ ജപ്പാൻ മുന്നിലെത്തിയപ്പോൾ ആ കാത്തിരിപ്പിന് വിരാമമായെന്ന് അവർ കരുതി. 1-0 ഗോളുകൾക്ക് ജപ്പാൻ മുന്നിട്ട് നിന്ന നിമിഷങ്ങളിൽ ബ്രസീൽ ലോകകപ്പിൽ നിന്നും പുറത്തായി എന്നും പറഞ്ഞ് അവർ പരിഹാസങ്ങളുടെ അമ്പുകൾ എറിഞ്ഞു തുടങ്ങി. ബ്രസീലിന്റെ പതനം ആഘോഷിക്കാൻ തുടങ്ങിയ അവർക്ക് പക്ഷേ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. എന്നാൽ കാൽപന്ത് കളിയിലെ ബ്രസീലിന്റെ മാന്ത്രികത അഴിച്ചുവിടാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാം പകുതിയിൽ ഉയർത്തെഴുന്നേറ്റ മഞ്ഞപ്പട മൈതാനത്ത് തങ്ങളുടെ യഥാർത്ഥ സാമ്പാത്താളം കണ്ടെത്തി. പരിഹസിച്ചവർക്ക് മറുപടിയായി കസമിറോയിലൂടെ ആദ്യ പ്രഹരം നൽകി. ആ ഒരൊറ്റ ഗോളിൽ കളിയുടെ കാറ്റ് തന്നെ മാറി വീശി. വിമർശകരുടെ ശബ്ദങ്ങൾ പതുക്കെ പതുക്കെ അടങ്ങിത്തുടങ്ങി. മൈതാനത്ത് ബ്രസീലിയൻ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി. ഇഞ്ചുറി ടൈമിലെ ആ സമ്മർദ്ദ നിമിഷങ്ങളിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി എന്ന പോരാളിയിലൂടെ അവർ ആ അന്തിമ വിജയ ഗോൾ വലയിലെത്തിച്ചു. ഒരു തോൽവിയുടെ വക്കിൽ നിന്നും ഉജ്ജ്വലമായ ഒരു രാജകീയ തിരിച്ചുവരവാണിത്. വിമർശകരുടെ എല്ലാ കണക്കുകൂട്ടലുകളും ആസ്ഥാനത്താക്കി പ്രീ ക്വാർട്ടറിലേക്കുള്ള ബ്രസീലിൻ്റെ ഈ കുതിപ്പ് വെറുമൊരു വിജയമല്ല, മറിച്ച് വീണുപോയെന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണിത്. എന്തൊരു മത്സരമായിരുന്നു ഇത്! കാൽപന്തുകളിയിലെ രാജാക്കന്മാരായ ബ്രസീലിൻ്റെ തീപ്പാറുന്ന ഒരു ഫിനിഷ് പക്ഷിയെപ്പോലുള്ള തിരിച്ചുവരവിനാണ് 2026 ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 പോരാട്ടം സാക്ഷ്യം വഹിച്ചത്. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ജപ്പാനുമൊത്തുള്ള മത്സരം ഫുട്ബോൾ ആരാധകരുടെ ഹൃദയമിടിപ്പ് അക്ഷരാർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നതായിരുന്നു. ആദ്യ പകുതിയുടെ 29-ാം മിനിറ്റിൽ തന്നെ സനോയിലൂടെ ജപ്പാൻ വലകുലുക്കിയപ്പോൾ കാൽപന്തിൻ്റെ മാന്ത്രികമാർ 1-0 എന്ന നിലയിൽ പിന്നിലായി. പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ബ്രസീലിനെയാണ് ആദ്യ പകുതിയിൽ ലോകം കണ്ടത്. എന്നാൽ ഫുട്ബോൾ രാജാക്കന്മാർ ഒരിക്കലും അത്ര വേഗം തോൽവി സമ്മതിക്കില്ലല്ലോ. രണ്ടാം പകുതിയിൽ ബ്രസീൽ തങ്ങളുടെ തനതായ താളത്തിലേക്ക് മടങ്ങിയെത്തി. പതറാത്ത പോരാട്ട വീരത്തോടെ അവർ ജപ്പാൻ ഗോൾമുഖത്തേക്ക് നിരന്തരം ഇരച്ചു കയറി. 56-ാം മിനിറ്റിൽ കസമീറോയിലൂടെ ബ്രസീൽ മത്സരത്തിൽ ഒപ്പമെത്തുകയാണ്. ഗബ്രിയൽ മഗല്ലസ് നൽകിയ കൃത്യതയാർന്നൊരു ക്രോസ് കസമീറോ അതിമനോഹരമായ ഒരു ഹെഡറിലൂടെ ജപ്പാന്റെ വലയിലെത്തിക്കുകയായിരുന്നു. ആ ഗോൾ അവരുടെ സിരകളിൽ പുതിയ ഊർജം നിറച്ചു. പിന്നീട് കണ്ടത് വിജയത്തിനായി ദാഹിക്കുന്ന ബ്രസീലിയൻ പടയുടെ അതിശക്തമായ മുന്നേറ്റങ്ങളായിരുന്നു. പിന്നീടും ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും ഇരു ടീമുകൾക്കും അത് വേണ്ടത്ര മുതലെടുക്കാൻ സാധിച്ചില്ലായിരുന്നു. ഒടുവിൽ മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച അവസാന നിമിഷങ്ങളായിരുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ ആ സമ്മർദ്ദങ്ങൾക്കിടയിൽ 66-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ യുവതാരം ഗബ്രിയൽ മാർട്ടിനെല്ലി ബ്രസീലിൻ്റെ രക്ഷകനായി അവതരിച്ചു. ഇഞ്ചുറി ടൈമിലെ അവസാന നിമിഷത്തിൽ, അതായത് മത്സരത്തിൻ്റെ 96-ാം മിനിറ്റിൽ എല്ലാ പ്രതിരോധ താരങ്ങളെയും ഭേദിച്ച് മാർട്ടിനെല്ലി തൊടുത്തുവിട്ട മാന്ത്രിക ഗോൾ ജപ്പാന്റെ നെഞ്ചകം പിളർത്തിക്കൊണ്ട് വലയെ ചുംബിച്ചു. ആ ഒരൊറ്റ നിമിഷത്തിൽ സ്റ്റേഡിയം ആവേശക്കടലായി മാറി. 1-2 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് പ്രതിസന്ധികൾ അതിജീവിച്ച് എങ്ങനെ തിരിച്ചു വരണമെന്ന് ഫുട്ബോൾ രാജാക്കന്മാർ ലോകത്തിന് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് കസമീറോ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പകച്ചു നിൽക്കുന്ന ഒരു പോരാളിയെ പോലെയായിരുന്നു കസമീറോ. ബ്രസീലിന്റെ മധ്യനിരയിൽ ഒരു കാലത്ത് കൊടുങ്കാറ്റായിരുന്നവനെ പ്രായം തളർത്തിയെന്ന് ലോകം വിധിയെഴുതിയ ദിനങ്ങളായിരുന്നു അത്. ഇനി അവന് ബൂട്ടടിക്കാം, ഈ ലോകകപ്പ് നിനക്കുള്ളതല്ല എന്നും പറഞ്ഞ് വിമർശകർ ഒരേ സ്വരത്തിൽ ആക്രോശിച്ചു. സ്വന്തം ആരാധകരിൽ നിന്നുപോലും ഉയർന്ന പരിഹാസങ്ങളുടെ അമ്പുകൾ ഓരോന്നായി വന്നു പതിക്കുമ്പോഴും ആ മുഖത്ത് ഒരു മൗനം മാത്രമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന കൂവലുകൾക്കും പഴിച്ചാരലുകൾക്കും അയാൾ നൽകിയ മറുപടി വാക്കുകളിലൂടെയല്ല, സ്വന്തം ബൂട്ടുകളിലൂടെയായിരുന്നു. ജപ്പാനെതിരെയുള്ള ആ നിർണായക പോരാട്ടം ബ്രസീൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരുന്നു. അച്ചടക്കത്തോടെ പൊരുതുന്ന ജപ്പാൻ തങ്ങളുടെ ആദ്യ ഗോൾ നേടി സ്കോർ ബോർഡിൽ 1-0 എന്ന നിലയിൽ മുന്നിലെത്തിയപ്പോൾ ഗാലറിയിലെ മഞ്ഞക്കടൽ നിശബ്ദമായി. ഓരോ മിനിറ്റും കൊഴിഞ്ഞു പോകുമ്പോൾ തോൽവിയുടെയും ലോകകപ്പിൽ നിന്നുള്ള നാണം കെട്ട പുറത്താകലിൻ്റെയും നേരിൽ ബ്രസീൽ പകച്ചു നിൽക്കുകയായിരുന്നു. കളി കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു രക്ഷകനായി ആരവതരിക്കുമെന്ന് ബ്രസീൽ ആരാധകർ നോക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. അപ്പോഴാണ് ഫുട്ബോൾ മൈതാനത്തെ ഏറ്റവും കാവ്യാത്മകമായ ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചത്. ആരും പ്രതീക്ഷിക്കാത്ത ആ നിമിഷത്തിൽ ലോകം മുഴുവൻ എഴുതിത്തള്ളിയ ആ പോരാളി അവതരിക്കുകയാണ്. എതിരാളികളുടെ പ്രതിരോധം ഭേദിച്ച് ഒരു കാലത്ത് ലോകം വാഴ്ത്തിയ കസമീറോ എന്ന ആ പഴയ സിംഹം വീണ്ടും ഗർജിച്ചു.
ആ ഗോൾ വെറുമൊരു സമനില ഗോൾ മാത്രമായിരുന്നില്ല, മറിച്ച് തന്നെ പരിഹസിച്ചവർക്കും വിരമിക്കാൻ പറഞ്ഞവർക്കുമുള്ള എക്കാലത്തെയും മികച്ച മറുപടിയായിരുന്നു. ബ്രസീലിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് തളർന്നു വീണവരുടെ ജീവശ്വാസമായി അവൻ മാറി. വീണുപോയിടത്തു നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെയാണ് കസമീറോ പറന്നുയർന്നത്. ഫോം താൽക്കാലികമാണെന്നും എന്നാൽ ക്ലാത്ത് ശാശ്വതമാണെന്നും അവൻ ലോകത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ്. കൂബി വിളിച്ചവർ തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന കാഴ്ചക്കാണ് പിന്നീട് ആ ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ പതറാതെ കാവിൽ നിൽക്കുന്ന ഒരു യഥാർത്ഥ നായകന്റെ അടയാളപ്പെടുത്തലായിരുന്നു അത്. പ്രായം വെറുമൊരു അക്കമാണെന്നും പോരാടാനുള്ള നെഞ്ചിലെത്തി ഇനിയും അണഞ്ഞിട്ടില്ലെന്നും തെളിയിച്ചുകൊണ്ട് കസമീറോ വീണ്ടും ബ്രസീലിന്റെ ഹൃദയമിടിപ്പായി മാറുകയായിരുന്നു. ഈ മത്സരത്തിലും വിനീഷ്യസ് ജൂനിയർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മഞ്ഞപ്പടയുടെ ഇടത് വിങ്ങിലൂടെ മിന്നൽ പിണർ പോലെയായിരുന്നു വിനീഷ്യസിന്റെ കുതിപ്പുകൾ. ജപ്പാൻ പ്രതിരോധ നിരയെ പലവട്ടം കീറിമുറിച്ച ഓട്ടങ്ങൾ കാണികളിൽ ആവേശം നിറച്ചു. പന്തുമായി എതിർ പാളയത്തിലേക്ക് പാഞ്ഞു കയറുമ്പോൾ ഒരു മാന്ത്രികനെ പോലെ അദ്ദേഹം പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ചു. ഓരോ കുതിപ്പിലും ബ്രസീലിന്റെ വിജയതൃഷ്ണത പ്രതിഫലിച്ചിരുന്നു. കുതിച്ചു പായുന്ന വിനീഷ്യസിനെ തടഞ്ഞു നിർത്തുക എന്നത് ജപ്പാനീസ് നിരക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറി. സ്വന്തം ബൂട്ടുകളിൽ നിന്ന് ഗോളുകൾ പിറന്നിട്ടില്ലെങ്കിലും സഹതാരങ്ങൾക്ക് മുന്നേറാൻ അദ്ദേഹം തുറന്നിട്ട വഴികൾ നിരവധിയായിരുന്നു. തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച അവസരങ്ങൾ ബ്രസീലിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. ജപ്പാന്റെ ഗോൾ പോസ്റ്റിലേക്ക് അദ്ദേഹം തൊടുത്തുവിട്ട ഷോട്ടുകൾ എതിർ ടീമിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരുന്നു. കൃത്യമായ നീക്കങ്ങളിലൂടെയും പഴുതുകൾ കണ്ടെത്തിയുള്ള പാസിങ്ങിലൂടെയും അദ്ദേഹം കളിയുടെ ഗതി തന്നെ നിയന്ത്രിച്ചു. ചുരുക്കത്തിൽ വിനീഷ്യസ് വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, മറിച്ച് മൈതാനത്ത് തീപ്പൊരി പാറിച്ച ഒരു പോരാളിയാണ്. ഒരുപക്ഷെ ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോൾ അയാൾക്ക് നേടാമായിരുന്നു. മൈതാനത്തിന്റെ മധ്യഭാഗത്ത് വെച്ച് ഒരു കിടിലൻ നട്ട്മെഗ്, തുടർന്ന് 40 മീറ്ററോളം കുതിച്ചു പാഞ്ഞ് ഒരു തകർപ്പൻ ഫെയിന്റിലൂടെ 2 ജപ്പാനീസ് ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് ഷോട്ട് എതിർത്തെങ്കിലും അത് നിർഭാഗ്യവശാൽ പോസ്റ്റിലിടിച്ച് മടങ്ങുകയായിരുന്നു. ഇല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ പിറന്നേനെ. എന്നിരുന്നാലും ഇത് ആഞ്ചലോട്ടിയുടെ ബ്രസീലാണ്. അവർ തിരിച്ചു വന്നു.